എല്ലാവരും ചിയേഴ്സ്. പെരുന്നാൾ വ്യാഴാഴ്ചത്തെ പരിപാടി ചാക്കോയുടെ വീട്ടിൽ, അതായത് പള്ളിയോട് ചേർന്നുള്ള മെയിനായിട്ടും 2-3 വീടാണ്. ചാക്കോ, രഞ്ജു, സഞ്ജു, ജോബി ഇവരൊക്കെയാണ് പള്ളിയോട് ചേർന്നുള്ളത്. അപ്പം വെള്ളിയാഴ്ച ഞങ്ങൾ 2 ഓൾറെഡി കഴിഞ്ഞു. വ്യാഴാഴ്ചത്തെ ഞങ്ങൾ പരിപാടി ചാക്കോയുടെ വീട്ടിൽ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പെരുന്നാൾ ശനിയാഴ്ചയാണ്. ഞാനിവിടെ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ മുതൽ തിരക്കായിരുന്നു. മാന്നാനംപള്ളി പോയി. ഇനി ബിജുവിൻ്റെ വീട്ടിലാണ്. നമ്മുടെ ക്ലോസ് ഫ്രണ്ട് വാരത്തെ ബിജുവിൻ്റെ ഫാദർ, മദർ, ഇവരെല്ലാം കണ്ടുകൊണ്ട് അപ്പാപ്പൻ. ഇത് നമ്മുടെ പതിവ് കൂട്ടുകാർ. ഇവരെല്ലാം ഇതിനോടകം പല പ്രാവശ്യം കണ്ടു കാണും. ഡോക്ടറുടെ മുമ്പിലാണ് പ്രദക്ഷിണം. ഒരു വേലത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചയായിട്ട് നാടകത്തിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ സഞ്ജുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ വേണ്ടി അപ്പവും ബീഫും ഒക്കെ കൂട്ടി ഞങ്ങൾ കൊണ്ടിരിക്കും. നേര്യമംഗലം പാലമാണ്. ഞങ്ങൾ പാലത്തെ കൂടെ പോവുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പണിത പാലമാണ്. ഇപ്പോഴും അത് സജീവമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം കഴിഞ്ഞു. ചാക്കോയ്ക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ഞങ്ങളിവിടുന്ന് നിർത്തുവാണ്. വണ്ടി എല്ലാവരും മടുത്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമാതിരി ദഹിക്കേണ്ട സമയമായി. താമസിക്കാതെ വണ്ടി നിർത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ആദ്യത്തെ ഓൾറെഡി ഉടനെ തുടങ്ങുന്നതായിരിക്കും. 5-10 മിനിറ്റ് ആവും. ആദ്യത്തെ പെക്കും രണ്ടാമത്തെ പെക്കും സമയമില്ലാത്തതുകൊണ്ട് ഒന്നിച്ചടിക്കുന്നതായിരിക്കും. ഇതാ ഞങ്ങളുടെ ഫസ്റ്റ് ഇത് അടി നടക്കുകയാണ്. ഒഴിക്കുന്നു. എല്ലാവരും 2 പെഗ് വെച്ച് അടിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വനപ്രദേശത്താണ് നിർത്തിയിരിക്കുന്നത്. കാട്ടാന വരും. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം പാടായിരിക്കും. അതുകൊണ്ട് ആനയോ പുലിയോ എല്ലാം വന്ന് അന്നേരം ഞങ്ങൾ വണ്ടി വിടും. അങ്ങനെ ഞങ്ങളുടെ ടൂറിൻ്റെ ഫസ്റ്റ് അടി ഇവിടെ നടക്കുകയാണ്. ചുറ്റും കാടുകൾ. കള്ള് പിടിക്കുന്ന ഓട്ടോഷൻ പോകുന്ന സീനാണ്. അതായത് അടിമാലി ഇറങ്ങി വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഞങ്ങൾ റോഡിൽ കയറി ഡിവൈസ് വന്നിരിക്കുകയാണ്. ആപ്പുണ്ട്. 3 ലിറ്റർ ക്ലബ് ഹൗസ് മേടിച്ച് 5 ലിറ്റർ വണ്ടിയിലുണ്ട്. ഇന്ന് രാത്രി ഇതുകൊണ്ട് ഞങ്ങൾ 5-6 പേര് തികയ്ക്കും എന്ന് ഓർക്കുന്നു. വണ്ടിയായിരുന്നു വയലൻ്റ് ആയിരുന്നു. 2 വേണമെന്നും പറഞ്ഞു. അതുകൊണ്ട് 3 മേടിച്ചത്. തികയാതെ വരണ്ട. നാളല്ലേ തീരെപ്പുഴ അതിൻ്റെ പേര് ഇരിക്കും. കള്ള് തീർന്നു പോയത്. ഇപ്പം അതിരുന്ന് ആരും തന്നെ ഒരു സ്ഥലം കാണാൻ വന്നതല്ലേ. എവിടെയാ പോകണമെന്ന് പറയുന്നത്. എല്ലാവർക്കും കള്ള് കുടിക്കുക, യാത്ര എൻജോയ് ചെയ്യുക, അതേ ലക്ഷ്യമുള്ളൂ. ചാക്കോയി ഉറങ്ങുവാണ്. അങ്ങോട്ട് കയറി പോകാനേ. കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു കടയിൽ ഒരു ചേട്ടന് മുട്ട പൊളിച്ച് കൊടുക്കുകയാണ്. നമ്മളെ സുഹൃത്തുക്കളെല്ലാവരോടും കൂടി സഹായിക്കുകയാണ്. ഇങ്ങനെ ഉപകാരം ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ അപൂർവമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
നാച്ചുറലായിട്ടുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. ഈ കട സ്വന്തം കട പോലെയാണ് ഇവരെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പെണ്ണാണു നീ കാണാത്ത നാടൻ മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. നാടാകെ പണിനീരു നൽകേണം, പിന്നെ നാടോടി പാട്ടുകൾ പാടേണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിങ്ങളുടെ കല്യാണമറിയിക്കണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിങ്ങളുടെ കല്യാണമറിയിക്കണം. ഇത് കോടമഞ്ഞാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ അട്ട കടിച്ചു. അട്ട വണ്ടിക്കകത്ത് തന്നെ കിടപ്പുണ്ട്. ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യണം കാല്. കുളിക്കാനൊക്കെ ഒരു ചെറിയ ചാറൽ മഴയുണ്ട്. അതിമനോഹരമായ വാട്ടർ ഫോൾസ്. ഈ സ്ഥലമൊക്കെയാണ് പുലിമുരുകനകത്ത് മോഹൻലാൽ അഭിനയിച്ചത്. പള്ളികളും കാര്യങ്ങളൊക്കെ. പുലി വന്ന പാറയാണിത്. പുലി മുകളിലേക്ക് വന്ന പാറയില്ലേ, അതാണിത്. ഞങ്ങളുടെ മുമ്പിൽ പോയ ജീപ്പ് കയറുന്നില്ല, കയറ്റം. ഞങ്ങൾ ആൾക്കാർ കുറച്ച് പേര് ഇറങ്ങിയിട്ട് ഈ വണ്ടി മുന്നോട്ട് വിടുകയാണ്. ഞങ്ങളുടെ വണ്ടി വരുന്നേ ഉള്ളൂ. വണ്ടി പതുക്കെ കയറി പോകണം. വഴികൾ ഉണ്ടോ? ഇങ്ങനത്തെ വഴികളാണ് കിടക്കുന്നത്. ഇത് കയറി പോകാന്ന് പറഞ്ഞാൽ അത്ര ഈസി പീസി പോലെയല്ല. പല പല ജീവികളുടെ കരച്ചിൽ കേൾക്കാം. ഞങ്ങളെ കയറുക. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം. വാടാ, ജീപ്പുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഒരു വലിയ മല കയറിയിട്ട് റെസ്റ്റ് എടുക്കുന്ന ഭാഗമാണിത്. ഞങ്ങൾ കയറി വന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു എന്നാ പറഞ്ഞു, താഴെ ഈ എത്ര കാണിച്ചാൽ അത് വീഡിയോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഒരു കയറ്റത്തിൽ കൂടെ കയറിയാണ്. കല്ലും ശരി ട്രക്കിംഗ് ആയിരുന്നു. വീണ്ടും അടുത്ത അടി തുടങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ കൂടെയുള്ള കുറേ പേര് ശരിക്കും കുടിയന്മാർ എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കുടിയാണ് നടത്തുന്നത്. ഞാനത്ര കുടിക്കുന്നില്ല, ബാക്കി എല്ലാവരും കുഴിഞ്ഞ കുടിയാണ്. രാവിലെ കരിക്ക് കൂട്ടി കള്ളു കുടിക്കാനുള്ള പ്ലാനിലാണ് കുറേ ആൾക്കാർ. ഈ പുള്ളി പട്ടാളക്കാരനാണെന്നാണ് പറയുന്നത്. പക്ഷേ കരിക്ക് കൂട്ടി രാവിലെ തന്നെ അടിക്കണം, 10:30 അടിക്കണം എന്നും പറഞ്ഞുള്ള തീവ്രമായ ഒരു ശ്രമത്തിലാണ്. ചേച്ചിനെ കൊണ്ട് കരിക്ക് വെട്ടിക്കുകയാണ്. അത് അതിവിദഗ്ധമായിട്ട് കുപ്പിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ബ്ലോഗറാണ് ആ പൂടുപ്പിട്ട് നിൽക്കുന്ന റജി. ഇത് സഞ്ജു
കരിക്ക് വെള്ളത്തിൽ മാത്രം മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് മദ്രാസിലെ മോൻ. ഞാനും ചേച്ചിയും ജോസ്മി ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോവുകയാണ്. മാന്നാനം പള്ളി പോവുകയാണ്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ മാറിയിരിക്കുന്നു പോവും. ഇന്ന് ഇറങ്ങിയിട്ടേ വരുള്ളൂ. പെരുന്നാളിന് ശനിയാഴ്ച പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ചേച്ചി പുറത്തേക്ക് വരുന്നത്. ഞങ്ങൾ വെമ്പള്ളിയിൽ ഒരു ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചേച്ചി മസാല ദോശ കഴിക്കുന്നു, ജോസ്മി കഴിക്കുന്നു. ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണിത്. ഞങ്ങളുടെ ചുഞ്ചനഗിരി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ചെറിയ സ്മോൾ അടിയോടി തുടങ്ങിയാണ്. റോയി, ജോസഫ്, ഫിലിപ്പ്, ജെയ്മോൻ, ബിജു വണ്ടിയിരിക്കുകയാണ്. ബിജുവിന് ഇറങ്ങാൻ പേടിയാണ്. വെളുപ്പിനെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. നമ്മളിതുവരെ കാണാത്ത പലഹാരങ്ങൾ പലതും ഇവിടെയുണ്ട്. ചുക്ക് കാപ്പി കുടിക്കാൻ വനത്തിലേക്ക് കിടക്കുവാണ്. അതിന് മുമ്പായിട്ട് ചുക്ക് കാപ്പി കുടിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് ഇവിടെ ഈ സൈഡൊക്കെ തീയിടുകയുള്ളൂ. വഴി ക്രോസ് ചെയ്ത് വഴി ക്രോസ് ചെയ്ത് ഇഷ്ടം പോലെ മാനുകൾ വളരെ ക്ലോസ് ആയിട്ട് കൊമ്പെ പിടിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനാണ്. ഒരു വട, ഇഡ്ഡലി വട, സാമ്പാർ വട കണ്ടോ, എല്ലാവരെയും പാത്രത്തിലിരിക്കുന്നു. രാവിൽ പൂന്തേരും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? ഞങ്ങൾ മൈസൂർ പാലസിലാണ്. ഫോട്ടോ മനോഹരമായ കാഴ്ചകളാണ്. ഭയങ്കര ആളാണ്. ഇവിടെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഇവിടെ മഴയാണ്. ഇവിടെ 3 കുടയൊക്കെ പിടിച്ച് കളർഫുൾ കുടയൊക്കെ ചൂടി ഞങ്ങളങ്ങ് വരികയാണ്. വൃന്ദാവനത്തിലാണ് ഇപ്പോൾ നിലവിൽ. അറ്റം പോലെ തീറ്റ തുടങ്ങണ വൃന്ദാവനം കാണണമെന്ന് ആലോചിച്ചിട്ട് കളർഫുൾ കുടയൊക്കെ ചൂടി വരുന്നു. ഇന്നോട് അവിടെ നിന്നോട് പിന്നെ പാനിപ്പൂരി കഴിക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും റെഡിയായി നിൽക്കുന്നു. ഇതാണ് പാനിപ്പൂരി. ഒരിക്കൽ കൂടി 1000 പാദസരങ്ങൾ കേലുങ്ങി ഓമലാളിൽ ഗദ്ഗദവും ഓമലേ ആരോ മലേ ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് മൺഡേ മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ചന്ദ്രായപ്പട്ടണ ബെൽഗോളേക്ക് പോവാണ്. എല്ലാവരും കഴിക്കുന്നു. റജി വട ചെറുതായെന്നുള്ള കംപ്ലൈൻറ്റോട് കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളിയാണ്. 3 എണ്ണം കഴിച്ച് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കട്ടിയിലാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇനി ചമ്മന്തി, ആദ്യം ഒഴിച്ച ചമ്മന്തി, ഒരു ദോശ കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ കുടിക്കട്ടെ. ഇതിപ്പം ആഞ്ഞ് വടയും സെറ്റ് ദോശയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൈസൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് ഫിലോമിനസ് ചർച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചർച്ച് ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നാൾ വന്നപ്പോൾ ഇവിടെയൊന്നും വരാൻ പറ്റിയില്ല. സെൻറ്റ് ഫിലോമിനസ് ചർച്ച്. കരിക്ക് മേടിക്കാനുള്ള ശ്രമമാണ്. ഞങ്ങൾ മാണ്ഡ്യേന്ന് നമ്മുടെ വെള്ളൂർക്ക് പോകുന്ന വഴിയാണ്. ഓൺ ദ വേ കരിക്ക് ഇങ്ങനെ ഒരു കുപ്പിക്കകത്ത് മേടിച്ചോണ്ടും പോകും. വൈകുന്നേരം
അതിന് പറ്റിയ മരുന്ന് കിട്ടുകയാണ് അതിൻ്റെ കൂടുതൽ കൂട്ടിയടിക്കുന്നതായിരിക്കും. വേണ്ട കരിക്കിന് മുകളിൽ കഴിഞ്ഞു. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജോസഫൊക്കെ പഠിച്ച പഴയ ഹോസ്റ്റൽ. ആദിച്ച് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. വായിക്കാവോ? ആദിച്ച് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി, ചുഞ്ചനേരി കോളേജ്. നമ്മുടെ പഴയ സ്വാമിജി സെൻറ്ററിൽ നിൽക്കുന്നതാണ്. പേരൊക്കെ അറിയാമെങ്കിൽ പോരാം. അഡ്മിഷൻ BGS കണ്ടോ. റിസൾട്ടുകളെ പബ്ലിക് സ്കൂളൊക്കെ ആക്കിയത്. നേഴ്സിംഗ് കോളേജൊക്കെ പൊളിച്ച് മാറ്റിയെന്ന് തോന്നുന്നു. നമ്മൾ പഠിച്ച ബിൽഡിംഗ് എവിടെയുണ്ട് എനിവേ. ഒരു കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ. ഓട്ട മത്സരമൊക്കെ നടത്തിയ സ്ഥലം ഇതാണ്. ഈ ഗ്രൗണ്ട് എല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം ഉണ്ട്. തുറന്നിട്ടുണ്ടോ? ഓക്കെ. ഇതാണ് ആദി ചുഞ്ചനഗിരി കോളേജ് പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചത്. ഇതിലൊരു റൂമിലൊക്കെയാണ് നമ്മുടെ ക്ലാസ് നേഴ്സിംഗ് കോഴ്സൊക്കെ നടന്നത്. മുകളിലും ഉണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിനൊന്നും ഒരു മാറ്റവും ഇല്ല, കാരണം അവരൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്നുമില്ല വേറെ പ്രത്യേകിച്ച്. അതേപടി കിടക്കും. ഇവിടെ ഇപ്പോൾ സ്കൂളാണ്. പക്ഷെ ഇത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അങ്ങോട്ടൊക്കെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ? ഇതിലൊന്നിലാണ് നമ്മൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ചത്. കണ്ടോ? ഇതെല്ലാം അതേപടിയുണ്ട്. ഇതാണ് മോളി സിസ്റ്റർ. നമ്മളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇരിക്കുന്നു. ഞങ്ങള് പ്രിൻസസിനെ ഓർക്കുന്നുണ്ട്. മോളി സിസ്റ്റർ ഞങ്ങളൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇതെല്ലാം കാണാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഡോർ ക്ലോസ് ചെയ്ത് നിങ്ങൾ റൂം കൂടി ഉണ്ടാക്കി. പക്ഷെ ഇപ്പൊ അഡ്മിഷൻ ബ്ലോക്കും അപ്പുറത്തേക്ക്. ഞങ്ങൾ വളരെ ഞങ്ങളുടെ പഴയ പ്രകൃതി ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്, ഞങ്ങളവിടെ കയറി എല്ലാവരും ഓരോ ബിയർ അടിക്കാനുള്ളൊരു പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് വഴിസൈഡിൽ പേരയ്ക്ക കണ്ടപ്പോൾ നിർത്തി മേടിക്കുകയാണ്. 2 കിലോ പേരയ്ക്ക മേടിച്ച് എല്ലാവരും കൂടെ ഇനി പേരയ്ക്ക തിന്നുകൊണ്ടുള്ള ട്രാവലായിരിക്കും. ഡേ 2 ഞങ്ങൾ ചന്ദ്രായപ്പട്ടണയിലുള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് രാഷി റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോട്ടൽ റെസിഡൻസി. അത് തന്നെ. ഞങ്ങളിവിടെ വൈകിട്ടത്തെ ഫുഡ് ഞങ്ങൾ ചന്ദ്രായപ്പട്ടണം ഒന്ന് കറങ്ങി. കോട്ടയം ബസ്സിനതിലെ ഭയങ്കര മഴയായിരുന്നു. 3 കുടയെടുത്ത് ഞങ്ങളതിലേ പോയി. പക്ഷേ ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ അവിടെ ആൾക്കാർ ഞങ്ങളെ രൂക്ഷമായിട്ട് നോക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഒന്നാമത് പഴയ പോലെ ഇനി ഓടാനുള്ള ശക്തിയില്ല, അതോടെ കൂടിയാണ്. അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. എനിവേ 3 കുട ചൂടി ഞങ്ങൾ പോയി. വീണ്ടും നാളെ ഒന്നുകൂടെ പോകും. പറ്റുമോ നോക്കും. വീഡിയോ പിടിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഭക്ഷണങ്ങൾ തുടങ്ങി. ബിയർ, മോർഫീസൊക്കെ തുടങ്ങി. ചെറിയ ആൾക്കാർ ഖരപദാർത്ഥങ്ങൾ കഴിക്കുന്നു, ചില ആൾക്കാർ ദ്രാവക പദാർത്ഥങ്ങൾ കഴിക്കുന്നു. ബിജു ഒക്കെ സൂപ്പ് അടിക്കുന്നു. ചിക്കൻ മാഞ്ചോ സൂപ്പ്. അങ്ങ് ആൻഡോപ്പിലെ ഡൽഹി അല്ല നമ്മുടെ CGS ക്വാർട്ടേഴ്സിൽ ഓർമ്മിക്കും. ഞാനും ബിജും ചിക്കൻ മാഞ്ചോ സൂപ്പ്. ഞങ്ങൾ ചന്ദ്രായപ്പട്ടണം രാവിലെ വിടുകയാണ്. പഠിച്ച നേഴ്സിംഗ് കോളേജ് വഴി കയറി പോകും. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കണ്ടല്ലോ. ഇതാണ് പ്രണാം ഫാമിലി റെസ്റ്റോറൻറ്റ്, PR പ്രണാം ഫാമിലി റെസ്റ്റോറൻറ്റ്, മേളി രാഷി റെസിഡൻസി. അടിപൊളി അക്കോമഡേഷനായിരുന്നു. എല്ലാം AC ആയിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഇതാണ് ത്രിവേണി സംഗമം. മിക്കവാറും ഇതൊരു നദി, ആ വരുന്നത് വേറൊരു നദി, പിന്നെ ഈ വരുന്നത് വേറൊരു നദി ആയിരിക്കും ത്രിവേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. ഒരു ബാറിൽ കയറി. ഇവരെല്ലാം കള്ളുകുടിയന്മാരാണ്. അവർക്ക് കള്ളു കുടിക്കണം, അവർ കള്ളു കുടിക്കുന്നു. ഞാൻ വീഡിയോ പിടിക്കുകയാണ്. ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനെന്തേ ഡ്രൈവർ ഇവനും കേട്ടോ കള്ളു കുടിക്കുകയില്ല, വൈകിട്ട് മാത്രമേ കഴിക്കുള്ളൂ. കൂട്ടുകാരെ കാണും മാത്രമേ അവൻ കള്ളു കുടിക്കുക. അതെന്നും വൈകുന്നേരം കൂട്ടുകാരെ കാണും, അത് അവൻ്റെ കുഴപ്പം. അതെ. ഈ ഇരിക്കുന്ന 5 പേരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറിയപ്പെടുന്ന
മദ്യത്തിന് ഇന്നത് വേണം നിർബന്ധമില്ലാത്ത 5 മദ്യപാനികൾ. കാരണം ചില ആൾക്കാരുണ്ട് ബ്രാൻഡി മാത്രമേ കഴിക്കുകയുള്ളൂ, ചിലർ വിസ്കി മാത്രമേ കഴിക്കൂ, ചിലർ റമ്മേ കഴിക്കുകയുള്ളൂ, ഇന്നത് മതി, അങ്ങനെ യാതൊരു ഭാവം, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു 5 മദ്യപാനികളാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാം മദ്യപാനിയാക്കി. അവൻ പൈനാപ്പിൾ ജ്യൂസ്